Hi everyone, Business Buzz Plusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാതൊരു സെയിൽസും നടക്കാത്ത ഒരു ക്വാർട്ടറിലെയോ അല്ലെങ്കിൽ മന്തിലെയോ GST റിട്ടേൺസ് എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ സെയിൽസ് ഒന്നും ഇല്ലാത്തതിന് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതാണ് നമ്മൾ നിൽ റിട്ടേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് GSTR1 ഫയൽ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ക്യാപ്ച കോഡ് കൂടെ എൻ്റർ ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ സെപ്റ്റംബറിൽ നോട്ട് ഫൈൽഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതാദ്യം ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ GSTR1 ഫയൽ ചെയ്യാനായിട്ട് നമുക്ക് ക്വാർട്ടർ സെലക്ട് ചെയ്യാം. ഞാനിവിടെ സെപ്റ്റംബർ മാസത്തിലതാണ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തു. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺസ് ഡാഷ്ബോർഡിൽ ഇതുപോലെ മന്ത് സെലക്ട് ചെയ്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ GSTR1 നമുക്ക് പ്രിപ്പയർ ഓൺലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതുപോലൊരു സ്ക്രീനാണ് ലഭിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫയൽ നിൽ GSTR1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെക്ക് ബോക്സ് ഉണ്ടായിരിക്കും, അത് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഈ ഒരു ചെക്ക് ബോക്സ് കൂടി ടിക്ക് ചെയ്തിട്ട് ഓതറൈസ്ഡ് സിഗ്നേറ്ററി സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫോണിലേക്കോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐഡിയിലേക്ക് വന്നിരിക്കുന്ന OTP എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിൽ റിട്ടേൺസ് GSTR1 ഫയൽ ചെയ്തിട്ടായിട്ട് മെസ്സേജ് വരുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് എങ്ങനെയാണ് GSTR3B നിൽ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഏത് ഫൈനാൻഷ്യൽ ഇയർ, ഏത് ക്വാർട്ടർ, ഏത് പീരീഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫൈനാൻഷ്യൽ ഇയർ ഇപ്പോൾ ലാസ്റ്റ് ഇതിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെപ്റ്റംബർ മന്തിലെ നിൽ GSTR3B ആണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് സെർച്ച് കൊടുത്തു. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് GSTR1 ഫയൽഡ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ GSTR3Bയിൽ പ്രിപ്പയർ ഓൺലൈൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നിൽ റിട്ടേൺസിൻ്റെ യെസ് സെലക്ട് ചെയ്യാം. അതിനുശേഷം യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. ഇവിടെ വീണ്ടും നമ്മൾ വെരിഫിക്കേഷനിൽ ഓതറൈസ്ഡ് സിഗ്നേറ്ററി സെലക്ട് ചെയ്യുക, ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം അതിനുശേഷം മൊബൈലിലേക്കോ അല്ലെങ്കിൽ ഇമെയിൽ ഐഡിയിലേക്കോ വരുന്ന OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം വെരിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ GSTR3B ഫയലായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നിൽ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ മന്ത്ലി ആണ് നിങ്ങൾ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും 20-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ GSTR3B ഫയൽ ചെയ്തിരിക്കണം. എല്ലാ മാസവും 11-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ GSTR1 ഫയൽ ചെയ്തിരിക്കണം.